ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ബെൻകുരിയൻ എയർപോർട്ട് 2 ദിവസമായിട്ട് ഇച്ചിരി പ്രശ്നത്തിലാണ്. അതിന് വേറെ എക്സ്റ്റേണൽ ആയിട്ടുള്ള വിഷയങ്ങളൊന്നുമില്ല. ബെൻകുരിയൻ എയർപോർട്ടിലുള്ള തൊഴിലാളികൾ പണിമുടക്കിയതിനെ തുടർന്ന് 2 ദിവസങ്ങളായിട്ട് ബെൻകുരിയൻ എയർപോർട്ടിൽ ഏതാണ്ട് 600-ലധികം ഷെഡ്യൂൾഡ് ഫ്ലൈറ്റുകളുടെ സമയക്രമത്തിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. അപ്പം പർട്ടിക്കുലർ സ്പെസിഫിക് ഡേയിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നിരവധി ഫ്ലൈറ്റ് ഷെഡ്യൂളുകൾ ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ശരിക്കും ഗുരുതരമായ രീതിയിലുള്ള പ്രതിസന്ധി ഇസ്രായേലിൻ്റെ ഉള്ളിൽ സൃഷ്ടിക്കുന്നുണ്ട്. നമ്പർ 1. ഇത് ഇൻ്റർനാഷണൽ എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് തന്നെ അത് ആഗോളതരത്തിലുള്ള പാസഞ്ചേഴ്സിനെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് മാറിയിട്ടുണ്ട്. അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. തുർക്കിക്കും ഇസ്രായേലിനുമെതിരെ സിറിയയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ക്ലാഷ് നടക്കുന്നത് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോരുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ശരിക്കും തുർക്കിക്കെതിരെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബെഞ്ചമിൻ നെതന്യാഹു ഡയറക്റ്റായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് തുർക്കിയുടെ പ്രസിഡന്റ് തയ്യബ് എർദോഗൻ ഇന്റർപോളിൻ്റെ സഹായത്തോടുകൂടി ഗാസയിൽ ജനസൈഡ് നടത്തുന്ന ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തും എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഇത് കോമഡിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ കോമഡി പോലെ തോന്നുന്നെങ്കിലും പുള്ളിക്കാരൻ വളരെ സീരിയസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് ശരിക്കും കോമഡിയാണ്. ഇന്റർപോളിൻ്റെ സഹായത്തോടു കൂടി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ അങ്ങോട്ട് ചെന്നാൽ മതി, ഉടനെ തന്നെ പുള്ളിക്കാരൻ റെഡിയായിട്ട് 2 കൈയും അങ്ങ് നീട്ടിത്തരും. ഇത്തരത്തിൽ തുർക്കിയിലെ ജനങ്ങളെ എങ്ങനെയാണോ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്, അത്തരത്തിൽ ഗാസയുമായിട്ട് ബന്ധപ്പെട്ട് തുർക്കിയോട് സോളിഡാരിറ്റി പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ഇസ്ലാമിക് രാജ്യങ്ങളുണ്ട്. അതിൽ പാകിസ്ഥാനൊക്കെ പെടും. അപ്പോൾ അത്തരത്തിലുള്ള രാജ്യങ്ങളെയും പറഞ്ഞു പറ്റിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പം തയ്യബ് എർദോഗൻ. ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഇന്റർപോളിൻ്റെ സഹായത്തോടു കൂടി അറസ്റ്റ് ചെയ്യണമെന്നാണ് തയ്യബ് എർദോഗൻ്റെ നിർദ്ദേശം. അപ്പം നമ്മൾ ഈ FCRAയുമായിട്ട് ബന്ധപ്പെട്ട് 2 വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. മറ്റു പല വീഡിയോകളിലും അതുമായിട്ട് ബന്ധപ്പെട്ട പരാമർശങ്ങൾ നമ്മൾ നടത്തിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത വീഡിയോ എപ്പിസോഡ് ഇതുവരെ പബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൽ ഞാൻ പറയണം എന്ന് വിചാരിച്ചിരുന്ന ഒരു സംഘടനയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ റിലീജിയസ് ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടന. ഇതിനെ USCIRF എന്ന് വിളിക്കും. അപ്പോൾ ഈ സംഘടന ഇപ്പോൾ എന്താണ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ, ഈ റിലീജിയസ് ഫ്രീഡം സംഘടന പ്രത്യേകിച്ച് RSSൻ്റെ നേതാവായിട്ടുള്ള മോഹൻ ഭഗവത് അമേരിക്ക വിസിറ്റ് ചെയ്യാനിരിക്കുന്ന സാഹചര്യത്തിൽ ഈ സംഘടന ഇപ്പം RSSനെതിരെ ഒരു മൂവ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ്. സാങ്ഷൻസ് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് പേപ്പർ മൂവ് ചെയ്തിരിക്കുകയാണ് അമേരിക്കൻ കോൺഗ്രസിലേക്ക്. തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം കോൺഗ്രസ്സിൽ ചർച്ച ചെയ്യപ്പെട്ടേക്കാം. പക്ഷേ ഇത് ഇന്ത്യയെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ അത്ര എഫക്റ്റീവായിട്ട് നടപടിക്രമങ്ങളിലേക്ക് എത്തിച്ചേരണമെന്നില്ല. പക്ഷേ ഇതെന്തുകൊണ്ടാണ് ഈ RSSനെതിരെയുള്ള നിലപാട് ഈ റിലീജിയസ് ഫ്രീഡം എന്ന് പറഞ്ഞ സംഘടന മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് പറഞ്ഞാൽ ഈ FCRAയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഇതിൻ്റെ പുറകിൽ കമ്പാഷൻ ഇൻ്റർനാഷണൽ, അതുപോലെ പല ചാരിറ്റി സംഘടനകൾ, ക്രിസ്ത്യൻ ചാരിറ്റി സംഘടനകളുണ്ട്. അപ്പോൾ അതായത് ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട ഫണ്ടുകൾ ഇന്ത്യക്കുള്ളിൽ ഒഴുക്കുന്ന ആൾക്കാരാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. അത് വളരെ വ്യക്തമാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബില്ലിപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട റഫറൻഡം US കോൺഗ്രസ്സിൽ വരട്ടെ. അവിടെ നടക്കുന്ന ചർച്ചകൾ എന്തിനെക്കുറിച്ചാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഇപ്പം നിലവിൽ മോഹൻ ഭഗവത് എന്ന് പറഞ്ഞ RSSൻ്റെ നേതാവ് അമേരിക്ക സന്ദർശനം നടത്താനിരിക്കുന്ന സാഹചര്യത്തിൽ അത് ഇന്ത്യക്കെതിരെയുള്ള നീക്കമായിട്ട് തന്നെയാണ് ഇന്ത്യയുടെ ഫോറിൻ മിനിസ്ട്രി അതിനെ കരുതുന്നത്. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഓപ്പണായിട്ട് ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം RSS എന്ന് പറഞ്ഞ ഒരു സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ നീക്കങ്ങൾ തീർച്ചയായിട്ടും സെൻട്രൽ ഗവൺമെൻറ് അണിയറയിൽ നടത്തും. കാരണം RSS എന്ന് പറയുന്നത് BJP എന്ന് പറഞ്ഞ പാർട്ടിയുടെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലീജിയസ് ഫണ്ടമെൻ്റലിസം കൊണ്ടുപോകുന്ന ഒരു സംഘടനയാണ്. തീർച്ചയായിട്ടും അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രവർത്തിക്കും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം ബറാക്ക് ഒബാമ ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ട്വീറ്റ് വേറെ ഒന്നുമില്ല, ട്രംപിൻ്റെ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ട്രംപ് ഇപ്പോൾ എടുത്തിരിക്കുന്ന എക്കണോമിക് ബ്ലോക്കേഡ് അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിനെ പരിഹസിച്ചുകൊണ്ടാണ് ബറാക്ക് ഒബാമ ഈ ട്വീറ്റ് പങ്കുവച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് അബ്ബാസ് അരക്ചി, ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ, പല കാലഘട്ടങ്ങളിലായിട്ട് ഇറാനുമേൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെ പരിഹസിച്ചുകൊണ്ട്, അതായത് അപ്പോഴൊക്കെ ഇറാൻ്റെ മേളിൽ അമേരിക്ക കൊണ്ടുവന്ന ഉപരോധങ്ങളെല്ലാം തന്നെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇറാൻ ഇന്ന് മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നാണ് പുള്ളിക്കാരൻ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ എൻഡോസ് ചെയ്യുന്ന രീതിയിലാണ് ഒരു മോക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള നിലയിൽ ബറാക്ക് ഒബാമ
നിലവിലെ ഇറാന് മേലുള്ള അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങളെ കോട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ഉപരോധങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഉപരോധങ്ങളാണെന്നാണ് JD വാൻസ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ JD വാൻസ് ആണ് ഇതിനു മുമ്പ് യുദ്ധത്തിനെ എൻഡോസ് ചെയ്തിരുന്നതും പിന്നെ ഇറാനുമായിട്ട് ഒരു ചർച്ചയ്ക്ക് മുന്നോട്ട് പോയതും. ഇപ്പോൾ വീണ്ടും പുള്ളിക്കാരൻ ട്രംപിൻ്റെ അതേ ഒരു വേ ഓഫ് അപ്രോച്ചിലേക്ക് വന്നിരിക്കുകയാണ്. പറഞ്ഞിരിക്കുന്നത് ഇറാന് മേൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള യുദ്ധമുറ എന്ന് പറയുന്നത് എക്കണോമിക് ബ്ലോക്കേഡ് ആണ് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, അമേരിക്ക ചൈനയ്ക്കെതിരെയുള്ള നീക്കങ്ങളും നടത്തുന്നുണ്ട്. ചൈനയുടെ പറഞ്ഞിരിക്കുന്നത് ഇറാനിൽ നിന്നും ഇനി എണ്ണ വാങ്ങിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇറാനും തിരിച്ചടിയാണ്, ചൈനയ്ക്കും തിരിച്ചടിയാണ്. ചൈന ഇനി മറ്റുള്ള ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യേണ്ടി വരും. അവിടുത്തെ പ്രൈസ് കൂടുതലാണ്. ഇറാനിൽ നിന്നും തറ വിലയ്ക്കാണ് എണ്ണ വാങ്ങിച്ചുകൊണ്ടിരുന്നത് ചൈന. ഇപ്പോൾ ചൈന പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണോ അമേരിക്ക ഇന്ത്യയുടെ അടുത്ത് റഷ്യൻ ഓയിൽ വാങ്ങിക്കരുതെന്ന് പറഞ്ഞ സമയത്ത് ഇന്ത്യയിലുള്ള ചില കമ്പനികൾ റഷ്യൻ ഓയിൽ വാങ്ങുന്നത് നിർത്തിയിരുന്നു. കാരണം ഇന്ത്യയല്ല നേരിട്ട് എണ്ണ വാങ്ങിക്കുന്നത്, കമ്പനികളാണ് വാങ്ങിക്കുന്നത്. കമ്പനികൾക്ക് റഷ്യൻ എണ്ണ വേണമെന്നുള്ള താല്പര്യമുണ്ടെങ്കിലും US കൃത്യമായിട്ട് ബാങ്കുകളെയാണ് ടാർഗറ്റ് ചെയ്തത്. അതായത് ഇറാൻ, അതായത് എണ്ണയുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ നടത്തുന്ന ബാങ്കുകളെ ഞങ്ങൾ നോട്ടമിടും, അതിനെതിരെ ഉപരോധങ്ങൾ കൊണ്ടുവരും, അവരെ സ്വിഫ്റ്റിൽ നിന്നൊക്കെ മാറ്റി നിർത്തും എന്നൊക്കെ പറഞ്ഞ സാഹചര്യത്തിലാണ് ചില ബാങ്കുകൾ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് നീങ്ങിയത്. പക്ഷേ അത് വിജയകരമായിട്ട് ഇന്ത്യക്കുള്ളിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ റഷ്യ സ്വിഫ്റ്റിൽ നിന്ന് പുറത്താണ് ഓൾറെഡി. അപ്പോൾ അത് അവിടെ ഏറ്റില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് അമേരിക്ക ചില സ്പെസിഫിക് എണ്ണ കമ്പനികളെ, റിലയൻസ് പോലത്തെ എണ്ണ കമ്പനികളെ അവർ ടാർഗറ്റ് ചെയ്ത് അവരുമായിട്ട് ഡയറക്റ്റ് ചർച്ച നടത്തി അവരുടെ ആഗോള തരത്തിലുള്ള മാർക്കറ്റിനെ ബാധിക്കുന്ന തരത്തിലുള്ള മെഷേഴ്സ് എടുത്തുകൊണ്ട് അവരെ സ്വാധീനിച്ചാണ് ഇന്ത്യക്കുള്ളിൽ റഷ്യൻ എണ്ണ ഒരു പരിധിവരെ അവർക്ക് കുറയ്ക്കാൻ കഴിഞ്ഞത്. നിർത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും നമ്മൾ റഷ്യൻ എണ്ണ വാങ്ങിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അതിൽ നിന്നൊക്കെ കാര്യങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞു. ഇപ്പോൾ അതേ ഒരു അവസ്ഥയിലാണ് ചൈന. ഇപ്പോൾ തെഹ്റാനിൽ നിന്നും എണ്ണ വാങ്ങിക്കരുതെന്ന് അമേരിക്ക ചൈനയോട് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ചൈന പറഞ്ഞിരിക്കുന്നത് സാമ്പത്തിക ഉപരോധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങൾക്ക് യോജിപ്പില്ല, സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു യുദ്ധമുറ നടപ്പിലാക്കുന്നത് ശരിക്കും വെടിത്തരമാണ്, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്നാണ് ചൈന പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതേസമയം ചൈനയ്ക്കുള്ളിലുള്ള കമ്പനികൾ, ഇറാനിൽ നിന്നും എണ്ണ കൊണ്ടുവരുന്ന കമ്പനികൾ അവർ വ്യത്യസ്തമായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇതെല്ലാം തന്നെ ഇൻ്റർനാഷണൽ കമ്പനികളാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ കമ്പനികൾക്ക് അവർക്ക് ഇറാനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. അവർക്ക് നാളെ മറ്റുള്ള സ്ഥലങ്ങളിലും ബിസിനസ് ചെയ്യേണ്ടതുണ്ട്, ഷിപ്പിംഗ് നടത്തേണ്ടതുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇവർക്ക് മറ്റുള്ള കച്ചവടങ്ങൾ നഷ്ടപ്പെടും. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ കമ്പനികൾ ഇറാനിൽ നിന്നും എണ്ണ എടുക്കുന്നത് നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ചൈന ഒഫീഷ്യലി നിർത്താൻ തീരുമാനിച്ചിട്ടില്ല. കാരണം അത് ഡിപ്ലോമാറ്റിക്കലി അവർക്ക് അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ കഴിയില്ല ഇറാനെതിരെ. അതാണ് വാസ്തവം. ഇസ്രായേലി ഫോഴ്സ് സദൻ ലെബനാനിൽ മാസീവായിട്ടുള്ള എയർ സ്ട്രൈക്സ് ആണ് നടത്തുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ശരിക്കും ലെബനൻ്റെ പ്രൈം മിനിസ്റ്റർ വീണ്ടും ഇസ്രായേലി ട്രൂപ്പ് സദൻ ലെബനാനിൽ നിന്ന് പുറത്തു പോകണമെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ രണ്ട് വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലെബനൻ്റെ പ്രൈം മിനിസ്റ്റർ നവാഫ് സലാം ഒരു ഇസ്ലാമിക് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വ്യക്തിയാണ്. അതേപോലെ ലെബനൻ്റെ പ്രസിഡന്റ് ജോസഫ് ആവോൻ, പുള്ളിക്കാരൻ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അപ്പം ജോസഫ് ആവോൻ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം എപ്പോഴും അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും, ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും എടുക്കുക. അമേരിക്കയ്ക്ക് അനുകൂലം എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അത് ഇസ്രായേലിന് അനുകൂലമായിട്ട് മാറും. പക്ഷേ നവാഫ് സലാം ഇടയ്ക്കൊക്കെ ചർച്ചയൊക്കെ നടത്തിയിട്ട് ആ മീറ്റിംഗ് ഒക്കെ ഒത്തുകൂടുന്ന സമയത്ത് ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള, അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം എടുക്കുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഹെസ്ബുള്ളയെ സപ്പോർട്ട് ചെയ്തുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പുറപ്പെടുവിക്കും. അപ്പോൾ അതിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇസ്രായേൽ ആർമി ലെബനൻ വിട്ടു പോകണമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നവാഫ് സലാം പറഞ്ഞ സ്ഥിതിക്ക് ഇസ്രായേൽ തകർത്ത് വെച്ചിട്ടുള്ള ആക്രമണങ്ങൾ, ഇസ്രായേൽ എപ്പോഴും കുറച്ച് സ്ഥലങ്ങൾ ലോക്ക് ചെയ്ത് വെച്ചിട്ട് അത് കൃത്യമായിട്ട് പ്രിസൈസ് അറ്റാക്കിലൂടെ തകർത്ത് കളയുന്ന ഒരു ശൈലിയാണ് ഇസ്രായേലിൻ്റെ ആക്രമണ രീതി. അപ്പോൾ അത് ലെബനൻ്റെ ഉള്ളിൽ ഇന്നലെ തകർത്ത് വെച്ചിട്ട് നടത്തിയിട്ടുണ്ട്. നിരവധി സ്ഥലങ്ങളിലാണ് ആക്രമണങ്ങൾ നടത്തിയത്. ഇരുപത്തിനാല് മണിക്കൂറിൽ അലിയൽ താഹിർ എന്ന് പറഞ്ഞ റീജിയനിൽ 4 പ്രാവശ്യമാണ് വീണ്ടും ഒരേ സ്ഥലം ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയത്. ഒരേ സ്ഥലം എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് റീജിയൻ, ആ ഏരിയ കേന്ദ്രീകരിച്ച് അറ്റാക്ക് നടത്തിയത്.
അതുപോലെ ഇസ്രായേലിൻ്റെ ഉള്ളിൽ ജുദയ സമാരിയ ആ ഭാഗത്ത് കുസ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. ഈ കുസ്ര എന്ന് പറയുന്നത് ഏരിയ 5 എന്ന് പറഞ്ഞ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന ഈസ്റ്റ് ജെറുസലേമിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. അതായത് ഈ സ്ഥലങ്ങൾ ഇസ്രായേൽ സീസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്തുള്ളത് ഈസ്റ്റ് ജെറുസലേമാണ്. ഇപ്പോൾ ഈസ്റ്റ് ജെറുസലേം പിടിച്ചു കഴിഞ്ഞാൽ ഈ അലക്സ മോസ്ക് ഇരിക്കുന്നത് ഈസ്റ്റ് ജെറുസലേമിലാണ്. അത് നിലവിൽ ഇൻ്റർനാഷണൽ സോൺ ആണെന്നുണ്ടെങ്കിലും അത് ഈസ്റ്റ് ജെറുസലേമിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ വെസ്റ്റ് ജെറുസലേമാണ് ഇസ്രായേലിൻ്റെ കയ്യിലുള്ളത്. ഈസ്റ്റ് ജെറുസലേം വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. ഞാൻ പലതവണ മാപ്പ് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ വേണമെങ്കിൽ ഇവിടെ സൈഡിൽ വെച്ച് പോവാം, കാണാത്തവർക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈസ്റ്റ് ജെറുസലേമിൽ കൃത്യമായിട്ട് ഇസ്രായേൽ അവരുടെ ഡോമിനേഷൻ ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ അവരുടെ ആധിപത്യം അവിടെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഈ അലക്സ മോസ്ക് അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റും. മീൻസ് അലക്സ മോസ്ക് മീൻസ് ആ ഇരിക്കുന്ന സ്ഥലം ടെമ്പിൾ മൗണ്ട് എന്ന് പറഞ്ഞ ആ ഒരു ഏരിയ. അപ്പോൾ അത് ഇസ്രായേലിൻ്റെ കയ്യിൽ പോയി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രശ്നം സംഭവിക്കും. പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളെല്ലാം തന്നെ കൺടെംപ്റ്റ് രേഖപ്പെടുത്തും. ഇന്ന് തന്നെ 12 രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റിലുള്ള 12 അറബ് രാജ്യങ്ങൾ ഇസ്രായേൽ സിറിയയ്ക്കുള്ളിൽ നടത്തിയ ആക്രമണത്തിനെ കൺടെംപ്റ്റ് ചെയ്ത് രംഗത്ത് വന്നിട്ടുണ്ട്. തുർക്കിയുടെ ഒരു എയർബേസിനെയാണ് ഇസ്രായേൽ ടാർഗറ്റ് ചെയ്ത് ആക്രമണം നടത്തിയത്. ഇഡ്ലിബ് എന്ന് പറയുന്ന സ്ഥലത്താണ് ആക്രമണം നടത്തിയത്. അതിനെതിരെ 12 അറബ് രാജ്യങ്ങൾ കൺടെംപ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ കൺടെംപ്റ്റ് രേഖപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. കൺടെംപ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആ രേഖപ്പെടുത്തുന്ന ദിവസം തന്നെ ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തും. അവിടെ ഏതെങ്കിലും രീതിയിലുള്ള നീക്കങ്ങൾ, വീണ്ടും തുർക്കിയുടെ ഇടപെടലുകളോ അല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ ആയുധക്കടത്തോ ഹിസ്ബുള്ളയ്ക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തും. ഈ കൺടെംപ്റ്റ് രേഖപ്പെടുത്തുന്ന അറബ് കൺട്രീസ് വീണ്ടും അത് മാത്രമേ രേഖപ്പെടുത്താൻ കഴിയുകയുള്ളൂ. അവർക്ക് അതിലുപരി ഇസ്രായേലിനെതിരെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. പെറുവിൽ അയാക്കുഷോ എന്ന് പറഞ്ഞ ഒരു റീജിയൻ ഉണ്ട്. ആ റീജിയനിൽ എർത്ത് ക്വൈക്ക്. Que estar fuerte, ¿no? Sí, se ha sentido acá bastante. Temblor, pausa, temblor. Aquí no ayer no repartí el cuello de país. Ajá. Terremoto. Ven. 6.7 മാഗ്നിറ്റ്യൂഡ് രേഖപ്പെടുത്തിയ എർത്ത് ക്വേക്കാണ് അവിടെ സംഭവിച്ചത്. അതിൻ്റെ എപ്പിക് സെൻറ്റർ എന്ന് പറയുന്നത് 38 കിലോമീറ്റർ നോർത്ത് വെസ്റ്റ്. പവർഫുൾ ക്വക്ക് വാസ് ഫീൽ അറൗണ്ട് ദ ഏരിയ. എൻ്റയർ ഏരിയയിലും വളരെ ശക്തമായിട്ടുള്ളൊരു കുലുക്കമാണ് അനുഭവപ്പെട്ടത്. ഇതിൽ 2 പേര് ഇഞ്ചൂർഡാണ്. 22 വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. 6 ഹെൽത്ത് ഫെസിലിറ്റീസ്, അതേപോലെ ചില സ്കൂളുകൾ ഇതും ഷേക്കായി ക്രാക്ക് വീണ അവസ്ഥയിൽ നിൽക്കുകയാണ്. അത് പൊളിച്ചു പണിതാലേ പറ്റൂ, ആ ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ഇസ്രായേൽ അതേപോലെ വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിൽ മാരകമായിട്ടുള്ള ഒരു ആക്രമണമാണ് ഇന്നലെ നടത്തിയത്. ശരിക്കും ഒരു ആക്രമണമല്ല, ഗ്രൂപ്പ് ഓഫ് അറ്റാക്ക്. അത് ശരിക്കും ഹാസിം എന്ന് പറഞ്ഞൊരു ഫണ്ടമെൻ്റലിസ്റ്റ് ഇസ്രായേലി ട്രൂപ്പിനെതിരെ കത്തിയുമായിട്ട് നടന്ന് മുന്നോട്ട് നീങ്ങിയ സാഹചര്യത്തിലാണ് അവിടെ IDF ട്രൂപ്പ് ആക്രമണം നടത്തിയത്. അപ്പോൾ എന്തായാലും ഹെസാം എലിമിനേറ്റഡ്. വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിലെ ഈ സെറ്റിൽമെൻറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവിടെ അറബ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട യുവാക്കൾ നിരന്തരം IDF സോൾജേഴ്സിനെതിരെ സ്റ്റോൺ പെൽറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 മാസമായിട്ട് ഇങ്ങനത്തെ ഇൻസിഡൻസ് തുടരെ പല സ്ഥലങ്ങളിലും വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇസ്രായേലി പോലീസ് ഫോഴ്സ് ശക്തമായിട്ടുള്ള നടപടികളാണ് ഇപ്പം ഈ ഇടപ്പെട്ട കാലത്ത് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകിച്ച് അത് വെസ്റ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട നീക്കങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണ്. ശരിക്കും ആ ഏരിയയിൽ ഇസ്രായേൽ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷനാണ് ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇത്തരത്തിൽ ഈ അറബ് കമ്മ്യൂണിറ്റി ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റിയുടെ കീഴിൽ താമസിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിലാണ് ഇപ്പം ഇത്തരത്തിലുള്ള കൺഫ്രണ്ടേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ് 10 സ്ഥാപനങ്ങൾക്കെതിരെ ഉപരോധം കൊണ്ടുവന്നിട്ടുണ്ട്. അവർ ഹിസ്ബുള്ളയ്ക്ക് വേണ്ടിയിട്ടുള്ള പണമിടപാട് നടത്തിയതായിട്ടുള്ള കണ്ടെത്തലിനെ തുടർന്നാണ് ഈ 10 കമ്പനികൾക്ക് മേളിലും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്കൻ ട്രഷറി. അതുപോലെ ഇവർ IRGCയുടെ ഖുദ്സ് ഫോഴ്സിനും പണം അയച്ചു കൊടുത്തിട്ടുണ്ട്.
ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസ് പറഞ്ഞിരിക്കുന്നത് എർദോഗൻ ഒരു ആൻറ്റൈസെമറ്റിക് ഡിക്റ്റേറ്റർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുർദുകളെ കൊലപ്പെടുത്തുന്ന, ഹമാസ് തീവ്രവാദികൾക്ക് ഷെൽട്ടർ കൊടുത്തിരിക്കുന്ന, ഹാഫ് ഓഫ് സൈപ്രസിനെ ഒക്കുപ്പൈ ചെയ്ത് വെച്ചിരിക്കുന്ന, നമ്പർ ഓഫ് ജേർണലിസ്റ്റിനെയും ഫ്രീഡം ഓഫ് സ്പീച്ചിനെതിരെ, അതായത് രാജ്യത്ത് എർദോഗനെതിരെ സംസാരിക്കുന്ന ആൾക്കാരെയൊക്കെ ജയിലിൽ അടച്ചുകൊണ്ടുള്ള ഡിക്റ്റേറ്റർഷിപ്പ് മാതൃകയിലുള്ള, നിരന്തരം സിറിയയ്ക്ക് മേളിൽ അഗ്രസീവായിട്ട് പെരുമാറുന്ന, അതായത് സിറിയ ബോർഡറിൽ താമസിക്കുന്ന കുർദുകൾക്കെതിരെ അഗ്രസീവായിട്ട് പെരുമാറുന്ന തയ്യബ് എർദോഗന്റെ പെത്തറ്റിക് അറ്റംപ്റ്റ് ആണ് ഇസ്രായേലിനെതിരെയുള്ള നീക്കങ്ങൾ എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അബ്ബാസ് അരക്ചിയും ഗാലിബാഫും രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത് US-ന്റെ ഒരു ഭീഷണിക്കും ഞങ്ങൾ വഴങ്ങിക്കൊടുക്കില്ല, ഞങ്ങളുടെ നിലപാടിൽ ഉറച്ച് ഞങ്ങൾ തുടരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം തൽക്കാലം അമേരിക്ക യൂസ് ചെയ്യുന്ന വെപ്പൺ സാമ്പത്തിക ഉപരോധം, അതാണ് ഇപ്പോൾ ഇറാന് മേളിൽ ട്രംപ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക ഉപരോധം ശക്തമായ രീതിയിൽ ഇറാൻ്റെ ഉള്ളിൽ ഇൻഫ്ലേഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇറാനാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 49 വർഷമായിട്ട് ഇതുപോലെ സാമ്പത്തിക ഉപരോധങ്ങളെ നേരിട്ട് മുന്നോട്ട് വന്നൊരു രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. പക്ഷേ അതേ സാഹചര്യത്തിൽ ആക്രമണങ്ങൾ തുടർന്നാൽ മാത്രമേ ഇറാനെ അമേരിക്ക ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരു പൊസിഷനിൽ എത്തിക്കാൻ കഴിയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതേ അവസ്ഥ തന്നെ തുടരും. മിഡിൽ ഈസ്റ്റ് മേഖലയിൽ അൺസർട്ടനിറ്റിക്ക് ഒരു കുറവും വരില്ല. സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഇങ്ങനെ അടഞ്ഞു തന്നെ കിടക്കും. അതുകൊണ്ട് ബുദ്ധിമുട്ടിലാകുന്നത് നിരവധി രാജ്യങ്ങളാണ്. അപ്പോൾ എന്തായാലും അമേരിക്ക ബാക്ക് ചാനലിലൂടെ IRGCയുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നാണ് വാർത്തകൾ വരുന്നത്. അപ്പോൾ നിലവിലെ സിറ്റുവേഷൻ ഇതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.